അലൈക്കും, വെൽക്കം ബാക്ക്. ഞങ്ങളിതാ ഷസൂട്ടൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മുടിയൊക്കെ വലുതായിട്ടുണ്ട്. നമ്മൾ ഇന്നാളൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ആ ഒരു ടൈമിൽ വെട്ടിയതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാട്ടോ. ഇവിടെ അടുത്തുള്ള അങ്ങാടി തന്നെ ആട്ടോ വെട്ടല്. പാലിന്ന് ഞാൻ ജ്യൂസ് എടുക്കുന്ന സ്ഥലം കണ്ട സ്പോട്ട് കണ്ടേക്കും പാലിന്ന്. വേണ്ട. പുറത്തേക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ട്രോളി കൊന്ന് പിന്നെ നമ്മളിതാ അവൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഷെസൂൻ്റെ മുടി തന്നെയാണ് കേട്ടോ വെട്ടാനുള്ളത്. ഷോപ്പിലുള്ള കാക്ക ഇക്കാൻ്റെ ഫോണിക്ക് കോൾ ചെയ്തിരുന്നത്. ഇക്ക പറഞ്ഞിരുന്നു ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ ആളില്ലാത്ത ടൈമിൽ. അപ്പം ഒരു നിസ്കാരത്തിൻ്റെ ആ ടൈം ആയിരുന്നപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെയും കൂട്ടിയിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഹെയർ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മുടി ആദ്യം മുതലേ ഈ ഒരു കാക്കിനാണ് കേട്ടോ വെട്ടിയത്. അവൻ ചെറുതായിരുന്നു ഫസ്റ്റ് മുടി കളഞ്ഞതും. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണോ എൻ്റെ മുടി വെട്ടിക്കല്. ഇങ്ങോട്ടൊക്കെ തീക്ക് ആ കുട്ടി കുട്ടിയുടെ ഷെസോടെ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അങ്ങാടിയിൽ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ, മീനായിട്ടും പച്ചക്കറി ആയിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ വണ്ടി ഹോൺ എടുക്കുന്ന സൗണ്ടൊക്കെയാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഉറക്കം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇനി നേരത്തെ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നത്. മച്ചി നോക്ക് കണ്ണ് ചിമ്മ കണ്ണ് ഇങ്ങനെ അടിച്ച കണ്ണ് ചിമ്പിക്ക കണ്ണുമ്പേ കണ്ണുമ്പേ ഷെസോ കാക്കച്ചിയാ കാക്കച്ചി.
രണ്ട് കാച്ചി എത്ര എണ്ണം ഉണ്ട് കാക്കച്ചി? കാക്കച്ചി 2 3 കാക്കച്ചി നോക്ക്, കാക്കച്ചി നോക്ക്, ഇങ്ങോട്ടൊക്കെ കാക്കച്ചിന്റെ കണ്ണോടെ. ഉറക്കം വേണം. ഇപ്പൊ നല്ല ഉറങ്ങിച്ചത്. ഇറങ്ങി പോകുന്നത് കഴിഞ്ഞ പറ്റുന്നില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പാല് ഓനെന്ന് ഇവിടെ നിന്ന് ജ്യൂസ് കുടിക്കാൻ വരുന്ന സ്പോട്ടുണ്ട്, അവിടേക്ക് പോകാനാണ് പറയണത്. ഏതെങ്കിലും വെറൈറ്റി പോകും. ഏത് എപ്പോഴും അങ്ങനെ എത്ര ഉണ്ടല്ലേ? എപ്പോഴും അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഞങ്ങൾ 2 ബട്ടർ ജ്യൂസ് പാർസലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ് ജ്യൂസ്. അപ്പോൾ ഓന് അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ ഉണ്ട്, അപ്പോൾ വീട്ടിൽ നിന്ന് തണുപ്പാറിയിട്ട് കൊടുക്കാന്നുള്ള രീതിക്ക് പാർസൽ ചെയ്യാണ്. പിന്നെ ഇവിടുത്തെ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 25 രൂപയ്ക്ക് അപ്പോൾക്കപ്പളേ നമ്മൾ അടിച്ചിട്ട് തരുന്ന നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും. ഏത് ജ്യൂസിനും 25 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സമൂസ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഓർഡർ ആക്കി. വീട്ടിൽ പോയിട്ട് കുടിച്ചോട്ടാ. പെരി പോയിക്കാണ്ട് കുടിച്ചു കേട്ടാ. കേട്ടെ നേരെ ജ്യൂസൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ ഇടുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആള് വീട്ടിലെത്തിയ പാടെ തന്നെ ഒരു സമൂസൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതിന് മുന്നേ ഒരുപാട് വ്ളോഗ്സൊക്കെ ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.